വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞ് തീർത്ത് പറഞ്ഞു. അതുപോലെ ഒരു രക്ഷയില്ല, കുറച്ച് നാളായുള്ളൂ നടത്തിയിട്ട്, അതുകൊണ്ട് ഇനി ട്രൈ ചെയ്യണ്ടാണ്. പക്ഷെ ആ മനോബലം ഭയങ്കരമാണ് അബുലാലിന്റെ. അബുലാൽ പറഞ്ഞ് ഞാൻ ഏറ്റവും സന്തോഷം, നീ കാശറായിട്ട് അങ്ങ് നിന്നാ മതി, ഞങ്ങളെ പൈസ നിന്റെ പേരിൽ അയപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. ഇവിടെ പലരും പറഞ്ഞ് രാത്രി 3 മണിക്കും ഒരു ദിവസം 20 തവണയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും അതിശയമല്ല. അപ്പോൾ ഈ സെക്കൻഡ് റീയൂണിയന് ഇത് ഇവിടെ നടക്കാൻ ഏറ്റവും വലിയ അധ്വാനം ചെയ്ത അബുലാലിനെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ആദ്യമായിട്ട്. പിന്നീട് അത് തീർച്ചയായിട്ടും അത് അറിയിക്കുന്ന ഒരു ആനക്കൊമ്പനാണ് അബുലാലിന് കിട്ടിയത്. അത് യാതൊരു സംശയമില്ല. അതല്ല, അതിന് കൂടുതൽ കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എന്റെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് പറമ്പിക്കുളവും തേക്കടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ സംസാരിച്ചപ്പം പലരും എന്നെ മാത്രം പേരെടുത്ത് പറഞ്ഞില്ല. അത് അതിശയമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കൊല്ലം മാത്രമേ ഫിസിക്സിന്റെ ഈ അനാലിസിസ് നടക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് റൂം അലൗഡ് ആയിട്ട് കിട്ടിയത്. അപ്പൊ ആ ഒരു കൊല്ലം കൊണ്ടാണ് ഈ ഇരിക്കുന്ന അതിശയം തോന്നുന്നത് എനിക്ക്. കാര്യം ഇതിനകത്ത് ആരും എനിക്ക് പരിചയമില്ലാത്ത മുഖമില്ല. ഞാൻ ആദ്യമായിട്ട് വന്നപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ നസീബ് അല്ലേ ഞാൻ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ പ്രീ ഡിഗ്രിക്ക് കൊല്ലം SM കോളേജിൽ. എനിക്കൊരു സംശയം, ഞാൻ അങ്ങോട്ട് ചെന്ന് അജയ് ജോസഫിന്റെ കൂടെ ഞാൻ വന്നത്. അപ്പൊ അജയ് ജോസഫ് പറഞ്ഞ് നസീബ് തന്നെയാണിത്, എങ്ങനെ പരിചയം ചോദിക്കാം. അപ്പൊ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച. പിന്നെ നസീബിനെ പോയി കാണുന്നു, പിന്നെ ജോസൂട്ടിയെ പരിചയപ്പെടുന്നു, പിന്നെ അവിടുത്തെ പ്രമുഖ താരങ്ങളായിട്ടുള്ള അബുലാലിനെ, അനുകുമാർ പുതിയ ഇൻമേറ്റ് എന്ന രീതിയിൽ ഒരു ആദ്യമേ എന്റെ സന്തോഷം അറിയിക്കുവാണ്. അപ്പം കൂടിയിരിക്കുന്ന നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ പാട്ടുകൾ പങ്കുവയ്ക്കാനാണ്. അപ്പൊ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം ഞാനും പോവുകയാണ്. ഇപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോഴത്തേനും ഇപ്പോഴും ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഈ കാര്യങ്ങളെല്ലാം ഇതേ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു എന്നൊരു സന്തോഷം കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാണെങ്കിൽ അബുലാലായിട്ട് 2-3 ആഴ്ച മുന്നേ എന്നെയും ഒരു 50 അധികം കോളുകൾ എന്നെയും വിളിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വരുന്നത് വരാത്ത ഒരു കാര്യമേ അല്ല. എന്നിട്ട് പോലും എന്നെ പോലും ഒരു 10-50 പ്രാവശ്യം വിളിച്ച് ഈ ഒരു ഫംഗ്ഷൻ ഇത്ര രീതിയിൽ വലിയ രീതിയിൽ നടത്താൻ ആ ഒരു ഇതെടുത്തതിന് ആ പുള്ളിയെ ഞാൻ ആദ്യമേ ആ ഒരു അഭിനന്ദനം അറിയിക്കുവാണ്. പിന്നെ നസീബ് സാർ പറഞ്ഞ കണക്ക് 10-20 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പുറകിലോട്ട് നോക്കുമ്പോഴത്തേനും ഈ ജാടകളൊന്നും ഇല്ലാതെ ജീവിച്ചതിന്റെ ഓർമ്മ പുതുക്കാൻ ഞങ്ങൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുവാണ്. നന്ദി. 2 ആഴ്ച മുന്നേ ഇപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള സയാനിമിറ്റി എന്ന LED കിട്ടിയതിന്റെ LED ഡെവലപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു പേറ്റന്റ് കിട്ടി. അത് എനിക്കും എന്റെ കൂടെ ഗവേഷണം ചെയ്യുന്ന ഒരു സഹവിദ്യാർത്ഥിനി അമൃത, പിന്നെ എന്റെ ഗൈഡുമാരായ ഡോക്ടർ സുബോധ്, പിന്നെ ഡോക്ടർ സിബി KS, പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അധ്യാപകനായിട്ടുള്ള ഡോക്ടർ KG ഗോപിചന്ദ്രൻ, ഞങ്ങൾ 5 പേര് ചേർന്നിട്ടാണ് ഈ LED വികസിപ്പിച്ചെടുത്തത്. ഇതെന്ന് പറയുന്നത് ഒരു ക്യാഷ് പ്രൈസ് നൽകുന്നതിന് തീരുമാനിക്കുന്നു. അത് അബുലാൽ കൊടുക്കും. അബുലാൽ അന്തേവാസികളെ, ഞാൻ 96 കാലഘട്ടത്തിലാണ് ഹോസ്റ്റലിൽ ജോലിക്ക് വരുന്നത്. ഏതാണ്ട് 96 മുതൽ 2006 വരെ മെസ്സിൽ ജോലി ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരെയും അറിയാം, അവർക്ക് എന്നെ അറിയാൻ ചെയ്യും. കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ സ്ഥലം കോട്ടയമാണ്, കോട്ടയം പള്ളിക്കത്തോട്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തീർന്നു. പാട്ടും പരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടി ദയ്യേ, എന്നിട്ടും കൊട്ടാതിരിക്കാൻ വയ്യടി ദയ്യേ.
എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടി ദയ്യേ, എന്നിട്ടും കൊട്ടാതിരിക്കാൻ വയ്യടി ദയ്യേ. തകദിന 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 താന തിന്തിന തിന്തിന്നോ ദയ്യ, താനേ ദയ്യം ദിനന്തക തിന്തിന്നോ. തകദിന താന തിന്തിന തിന്തിന്നോ ദയ്യ, താനേ ദയ്യം ദിനന്തക തിന്തിന്നോ. താനേ ദയ്യം ദിനന്തക തിന്തിന്നോ. താനേ ദയ്യം ദിനന്തക തിന്തിന്നോ. ഇനത്തിന്റെ രണ്ടാം റീ യൂണിയനായിട്ടുള്ള ബ്രദേഴ്സ് ഫ്ലോക്ക് 2023 ഈ പരിപാടിയുടെ ഔദ്യോഗികമായ സമാപനം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാവർക്കും നന്ദി അറിയിപ്പിക്കുന്നതിന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിട്ടുള്ള അബുലാലിനെ ക്ഷണിക്കുകയാണ്. പിന്നെ നന്ദി പറയാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഇന്ത്യവാസികളും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഇവരെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് എത്തിച്ചേരുന്നു. എന്നാൽ ഏറെക്കുറെ ആൾക്കാർ എത്തിയില്ല. അതിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നിരന്തരം ആൾക്കാരെയൊക്കെ ഫോൺ വിളിച്ചുകൊണ്ട് നമ്മുടെ ആ ഹോസ്റ്റലിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യത്യസ്തമായ കൂട്ടായ്മയുടെ അനുഭവമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരേ ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഒരു ഗെറ്റ് ടുഗദർ പോലെ അലൂമിനിയം നടത്തുന്നത് പോലെ നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ പഠിച്ചവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഈ കാലഘട്ടങ്ങളിൽ, അതായത് ഒരേ ടൈമിങ് പല പല വർഷങ്ങളിലായിട്ട് സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ടുള്ള ആൾക്കാർ ഇടപെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നത്. ഞാൻ മുമ്പൊന്നും കേട്ടിട്ടില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു തൊഴിലാളികൾ. പക്ഷെ ഇവിടെ നമ്മൾ സംഭവിച്ചത് ഒരു ഗ്രൂപ്പിന്, ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയ ഗ്രൂപ്പിനെ നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത് ഇതേ രീതിയിലേക്ക് നമുക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെ നടത്തി കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്, മാനസിക പിന്തുണയും ഒക്കെ ഞാൻ ഒരു റിസ്ക് എടുത്തെങ്കിലും, അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നമ്മളുടെ ആ കാലഘട്ടം ഓർക്കുന്നതിനും പിന്നെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് വീണ്ടും ആ പഴയ കാലഘട്ടം ഓർക്കുമ്പോൾ നമ്മുടെ ചെറുപ്പം ഉണ്ടാവും, പ്രായം തോന്നായിട്ട് നമുക്ക് തോന്നുകയില്ല. അങ്ങനെ ഒരു മാനസിക സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഈ കൂട്ടായ കാഴ്ച കാണാൻ ആഗ്രഹിച്ചത്. ഇപ്പം നമുക്ക് ആ യൂട്യൂബ് ലിങ്ക്, കഴിഞ്ഞ പ്രാവശ്യത്തെ യൂട്യൂബ് ലിങ്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഹോസ്റ്റലിലെ സംഭവവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ ഓർക്കുവാനും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാനും ഒക്കെ ഒരു മെമ്മറൈസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ആ യൂട്യൂബ് ലിങ്കിനെ നമുക്ക് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയുകയും ഓർമ്മപ്പെടുത്തലും ഉണ്ടാവുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്കിങ്ങനെ ഒരു വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തണം എന്ന ചിന്താഗതി ഉണ്ടാവുകയും അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയുടെ അനുസരിച്ച് നമുക്ക് നടത്തി. പിന്നെ ഇപ്രാവശ്യം ഞാനൊരു ഓഫർ നേരത്തെ പറഞ്ഞതുപോലെ പൈസ തന്നിട്ട് യാദൃച്ഛികം വരാതിരിക്കുന്ന ആൾക്കാരുടെ ആശംസകൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് അത് യൂട്യൂബ് ലിങ്കിനകത്ത് അത് ഉൾപ്പെടുത്തും. കാരണം അങ്ങനെ അവർക്കും ഒരു നഷ്ടബോധം ഉണ്ടാവരുത്. അവരെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഒരു പാർട്ടിസിപ്പന്റ് അതിലൂടെ നമുക്ക് കൊടുക്കണം, അവരാ മനസ്സ് കാണിച്ചതിന്. കഴിഞ്ഞ പ്രാവശ്യത്തിന് നെസ്റ്റോസ് എന്ന പേര് തന്നത്, അത് നമ്മൾ സെലക്ഷൻ നടത്തിയിട്ട് 12 പേരുകൾ വന്നിരുന്നു. അതിൽ നിന്ന് സെലക്ഷൻ ചെയ്തത് അന്ന് നെസ്റ്റോസ് എന്ന പേരായിരുന്നു. അത് നമ്മുടെ മനോജ് ജവറ, അതായത് MRC എന്ന് വിളിക്കുന്നത് അദ്ദേഹമാണ് ആ പേരെന്ന്. ഇപ്പോഴും നമുക്ക് 3 പേര് കിട്ടി. ആ 3 പേരുകൾ കിട്ടിയതിനകത്ത് അതും ഗ്രൂപ്പിൽ പറഞ്ഞ 3 പേരാണ്. ഫെദർ ബ്ലോക്ക് എന്നാണ് കിട്ടിയത്. അതും ആ പേരും സെലക്ട് അത് കിട്ടിയത്, ലക്ക് കിട്ടിയത് വളരെ അർത്ഥവത്തായ പേര് നമ്മൾ എൽ ചെയ്ത് കിട്ടിയപ്പോൾ അത് MRCക്ക് തന്നെയാണ് ഈ വർഷത്തെ പേരും. അങ്ങനെ ഫെദർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ 2021 പരിപാടിയിൽ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് എത്തിച്ചേർന്ന ഈ മുഴുവൻ അംഗങ്ങൾക്കും മറ്റ് സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ വാർഡൻ സാറ്, രാഘവൻ സാറ്, എല്ലാ ആൾക്കാർക്കും, ഞാൻ എൻ്റെ പേരെടുത്ത് പറയുന്ന നിലയിൽ തന്നെയും എല്ലാ മുഴുവൻ ആൾക്കാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നമ്മൾ കണ്ടുമുട്ടും, നമുക്ക് ഒത്തുകൂടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് വിജയിക്കണം, ഗ്രൂപ്പിലെ നിങ്ങളുടെ ഇടപെടലുകളും എല്ലാം സജീവമായി ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. നമുക്ക് തൽക്കാലം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കാണണം, നമ്മുടെ പരിപാടിയിൽ ശക്തമാക്കണം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ.
ശ്യാമവർണ്ണ രൂപിണി കഠോരഭാഷിണി പ്രിയേ ദേവലേഖനം തരുന്നു ഞാൻ നിനക്കു ശാരദേ. മാറ്റിനിക്കു പോകുവാൻ നിനക്കു വേണ്ടി ഇന്നലെ കാത്തു നിന്നു ഷോ തുടങ്ങിടും വരെ. വന്നതില്ല കൺമണി വരുന്നുവോ എന്ന് നോക്കി നിന്ന ഞാൻ തിരിച്ചു പോയി നിരാശനായി. പൈസ എത്രയോ മുടക്കി പദ്ധതി ഒരുക്കി നിന്റെ ഫേസ് കാണുവാൻ കൊതിച്ചു ബൈക്കിലേറി വന്നു ഞാൻ.